എന്തുകൊണ്ടാണ് കെവിൻ ഓവൻസ് ഇന്ന് നടന്ന റോ എപ്പിസോഡിൽ സാമി സെയിനെ ഒന്ന് അറ്റാക്ക് ചെയ്തത്? അതിനെപ്പറ്റി ഈ വീഡിയോയിൽ പറയാം. അതുപോലെ ഫെനാമിനൽ വൺ AJ സ്റ്റൈൽസിന്റെ റസൽമേനിയ പ്ലാൻ എന്താവാനാണ് ചാൻസ് ഉള്ളത്, അതിനെപ്പറ്റിയും ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ രണ്ട് ന്യൂസ് ആണ് നോക്കാൻ പോകുന്നത്. ഇത് പറയുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നലെ ചെയ്ത വീഡിയോയിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. അതായത് ഇന്നലെ ചെയ്ത വീഡിയോയിൽ ഡ്രൂ മാക്കൻടയർ റോയൽ റംബിൾ മാച്ചിൽ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയ കാര്യത്തെ പറ്റിയെല്ലാം പറഞ്ഞിരുന്നു. എന്നാൽ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊന്നും ആ ന്യൂസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അതായത് പിന്നീടാണ് ആ ന്യൂസ് കറക്റ്റായിട്ട് വന്നത്. എന്തുകൊണ്ടാണ് ഡ്രൂ മാക്കൻടയർ റോയൽ റംബിൾ വിട്ട് അല്ലെങ്കിൽ WWE അറീന വിട്ട് ഇറങ്ങിപ്പോയത് എന്നുള്ളത്. അപ്പോൾ അതിന്റെ കാരണം മറ്റൊന്നുമല്ല, WWE ഒരു കിടിലൻ പ്ലാൻ ചെയ്തുകൊണ്ട് ഡ്രൂ മാക്കൻടയറിന്റെ റസൽമേനിയ പ്ലാൻ അല്ലെങ്കിൽ ഡ്രൂ മാക്കൻടയറിന്റെ ഒരു നല്ല പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ പ്ലാൻ മൊത്തത്തിൽ ഒരു റെസ്ലർ കാരണം കുളമായി പോയി. അതുകൊണ്ടാണ് ഡ്രൂ മാക്കൻടയർ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയത്. അതായത് ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഡ്രൂ മാക്കൻടയർ കറക്റ്റ് ആ സമയത്താണ് എലിമിനേറ്റ് ആവേണ്ടത്. അപ്പോൾ തന്നെയാണ് ഡാമിൻ പ്രീസ്റ്റ് എലിമിനേറ്റും ചെയ്തിട്ടുള്ളത്. എന്നാൽ സംഭവിച്ചത് എന്താണ് എന്ന് വെച്ചാൽ, അതിൻ്റെ ഇടയ്ക്ക് LA നൈറ്റ് വന്നുകൊണ്ട് ആ ഒരു ടൈമിങ്ങിൻ്റെ ഇടയ്ക്ക് LA നൈറ്റ് ഇടപെട്ടതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത്. അതായത് LA നൈറ്റിന് യാതൊരു കാരണവശാലും ആ ഭാഗത്തേക്ക് വരാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല. LA നൈറ്റ് മറ്റേതെങ്കിലും റെസ്ലേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് പോലെയും ആ സമയം കൊണ്ട് ഡ്രൂ മാക്കൻടയർ ഡാമിൻ പ്രീസ്റ്റ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഷോക്കിംഗ് മൂവ്മെന്റ് ഉണ്ടാക്കാനാണ് WWE ശ്രമിച്ചത്. എന്നാൽ LA നൈറ്റ് ഇടയിൽ വന്നതുകൊണ്ട് ഡ്രൂ മാക്കൻടയർ തനിയെ എലിമിനേറ്റ് ആയി പോയത് പോലെയാണ് ഫീൽ ആയത്. എന്നാൽ ശരിക്കും ഡാമിൻ പ്രീസ്റ്റ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഷോക്കിംഗ് മൂവ്മെന്റ് ഉണ്ടാക്കി ഇവർക്ക് മാച്ച് വെക്കാനായിരുന്നു പ്ലാൻ. കാരണം എല്ലാവരും റോമൻ റെയിൻസിന്റെ കൂടെ അല്ലെങ്കിൽ ബ്ലഡ് ലൈനിന്റെ കൂടെ ഡ്രൂ മാക്കൻടയറും മാച്ച് ചെയ്യും എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഡാമിൻ പ്രീസ്റ്റ് എലിമിനേറ്റ് ചെയ്യുമ്പോൾ അതൊരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമായിരിക്കും. എന്നാൽ LA നൈറ്റ് കാരണം അതെല്ലാം ഇപ്പൊ കുളമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡ്രൂ മാക്കൻടയർ ദേഷ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ ബാക്കി വീഡിയോയിൽ പറഞ്ഞതൊക്കെ ശരിയാണ്. അതായത് അധികം പെർഫോമൻസും ഡ്രൂ മാക്കൻടയറിന് ചെയ്യാൻ സാധിച്ചില്ല. അതിന്റെ ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇനി ജോൺ സീനയെ പറ്റി രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ന്യൂസ് എല്ലാം പറയാം. ഇതിൽ ഒന്നാമത്തെ കാര്യം, ജോൺ സീന ഹീൽ ടേൺ ചെയ്യുമോ എന്നൊക്കെ പലരും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പൊ ജോൺ സീന അത്തരത്തിൽ ഒരു സൂചന കൊടുത്തത് കൊണ്ടാണ് എല്ലാവരും അങ്ങനെ ചോദിച്ചത്. അപ്പൊ സീന ഹീൽ ടേൺ ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം വെറുതെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമായിട്ടാണ് തോന്നുന്നത്. സീന ഇപ്പോൾ ഹീൽ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ടൂറിൽ അത്ര അങ്ങോട്ട് സെറ്റ് ആവില്ല. അതായത് ഒരിക്കലും വില്ലനായിട്ട് സീനയുടെ റിട്ടയർമെന്റ് ടൂർ അവസാനിപ്പിക്കും എന്ന് തോന്നുന്നില്ല. ഇത് ചിലപ്പോൾ ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറയുന്നതായിരിക്കാം. ഇതിനർത്ഥം സീന ഹീൽ ടേൺ ചെയ്യില്ല എന്നല്ല, അതിന് സാധ്യതകൾ വളരെയധികം കുറവാണ്. നോക്കാം, കൂടുതൽ അപ്ഡേറ്റ് ഒക്കെ കിട്ടുകയാണെങ്കിൽ പറയാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചാൻസ് ഇല്ല. ഇനി ജോൺ സീനയെ പറ്റി രണ്ടാമത് പറയാനുള്ള കാര്യം സീനയുടെ റിട്ടയർമെന്റ് ടൂറിനെ പറ്റിയാണ്. അതായത് സീനയുടെ റിട്ടയർമെന്റ് ടൂറ് ഇപ്പൊ വളരെയധികം മോശം അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് റോ നെറ്റ്ഫ്ലിക്സിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ വന്നതിന് ശേഷം സീന കണ്ടിന്യൂസ് ആയി വരും എന്നാണ് എല്ലാവരും വിചാരിച്ചത്. എന്നാൽ സീന മൂവി ഷൂട്ടിനെല്ലാം പോയതുകൊണ്ട് കണ്ടിന്യൂസ് ആയി വന്നില്ല. പിന്നീട് റോയൽ റംബിൾ മാച്ചിലാണ് നേരിട്ട് വന്നത്. അത് പെർഫോമൻസ് പോലും ചെയ്ത് പ്രാക്ടീസ് ചെയ്തില്ല എന്ന് തോന്നുന്നു. വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു സീനയുടെ. അപ്പോൾ അത് ഞാൻ റിവ്യൂലും പറഞ്ഞിട്ടുണ്ട്. അതായത് സീനയെ കുറ്റപ്പെടുത്തി സംസാരിക്കല്ല, ഷോട്ടൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് റെസ്ലിംഗിൽ മാത്രം ശ്രദ്ധ കൊടുക്കണമായിരുന്നു. കാരണം അതുപോലെയാണ് സീനയെ വെച്ച് പ്രൊമോട്ട് ചെയ്തതും സീന പറഞ്ഞതും. ഇപ്പോഴിതാ റോയൽ റംബിൾ മാച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രസ് മീറ്റിലും സീന പറഞ്ഞിട്ടുള്ളത് താൻ ഇനി വീണ്ടും ഷൂട്ടിങ്ങിന് പോവുകയാണ് എന്നും ഇനി നേരിട്ട് എലിമിനേഷൻ ചേംബറിലാണ് വരാൻ പോകുന്നത് എന്നൊക്കെ. അപ്പോൾ ഇനി എലിമിനേഷൻ ചേംബറിലാണ് സീനനെ കാണാൻ സാധിക്കുക. അതിനു മുൻപ് ഒരു സെഗ്മെന്റോ മാച്ചോ അല്ലെങ്കിൽ സീനയുടെ അപ്പിയറൻസോ ഉണ്ടാവില്ല. നേരിട്ട് എലിമിനേഷൻ ചേംബർ മാച്ചിൽ വന്ന് മത്സരിക്കുമ്പോൾ സീന ഇപ്രാവശ്യവും ട്രെയിനിങ് എടുത്തിട്ടില്ല എങ്കിൽ ഈ മാച്ചും സെറ്റ് ആവാൻ ചാൻസ് ഇല്ല. റോയൽ റംബിൾ മാച്ചിൽ തന്നെ സീനയ്ക്ക് ഒട്ടും പറ്റുന്നില്ല. ഇനി എങ്ങനെയാണ് എലിമിനേഷൻ ചേംബറിൽ മുന്നോട്ട് പോവുക എന്ന് കണ്ടറിയാം. ഇപ്പൊ മൊത്തത്തിൽ സീനയുടെ റിട്ടയർമെന്റ് ടൂറ് വളരെ മോശം അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ സീന ഇനി എലിമിനേഷൻ ചേംബർ വന്ന് മാച്ച് ചെയ്ത് അഥവാ ആ മാച്ച് വിൻ ചെയ്താലും പിന്നീട് റസൽമേനിയയിലാണ് വരാൻ പ്ലാൻ എങ്കിൽ സീനയുടെ റിട്ടയർമെന്റ് ടൂർ ഒട്ടും സെറ്റ് ആവില്ല. വളരെ മോശം അവസ്ഥയായിരിക്കും. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇനി AJ സ്റ്റൈൽസിന്റെ റസൽമേനിയ പ്ലാൻ എന്താവും എന്ന് നോക്കാം. ഇന്നത്തെ റോ എപ്പിസോഡ് കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും AJ സ്റ്റൈൽസിന് എന്ത് പ്ലാനാണ് കിട്ടാൻ പോകുന്നത് എന്ന്. അപ്പോൾ ആ പ്ലാൻ മറ്റൊന്നുമല്ല, AJ സ്റ്റൈൽസ് വേഴ്സസ് ബ്രോൺ ബ്രേക്കർ ഇവർക്ക് തമ്മിലുള്ള IC ചാമ്പ്യൻഷിപ്പ് ആയിരിക്കും. കാരണം ഇന്ന് റോ എപ്പിസോഡിൽ നടന്ന ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ആഡം പിയേഴ്സ് AJ സ്റ്റൈൽസിനെ റോയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ബ്രോൺ ബ്രേക്കർ AJ സ്റ്റൈൽസിനെ യാതൊരു കാരണവശാലും
താൻ കാണാൻ പാടില്ല, തൻ്റെ അടുത്ത് നിന്നും അകറ്റി നിർത്തണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ AJ സ്റ്റൈൽസ് എങ്ങനെയെങ്കിലും നമ്പർ 1 കണ്ടൻഡർ ആയിക്കൊണ്ട് ബ്രോൺ ബ്രേക്കറിനെ IC ചാമ്പ്യൻഷിപ്പിന് വേണ്ടി റസൽമേനിയയിൽ ചാലഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങാനും ഈ മാച്ച് റസൽമേനിയയിൽ സെറ്റ് ആവുകയാണെങ്കിൽ AJ സ്റ്റൈൽസ് ഫാൻസിന് വേറെ ലെവലായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന്റെ കാരണം AJ സ്റ്റൈൽസിന് ബ്രോൺ ബ്രേക്കറിന്റെ കൂടെ IC ചാമ്പ്യൻഷിപ്പ് മാച്ച് കൊടുത്ത ഒരു കിടിലൻ മാച്ച് നമുക്ക് റസൽമേനിയയിൽ പ്രതീക്ഷിക്കാം. അപ്പൊ അതുകൊണ്ട് AJ സ്റ്റൈൽ വേഴ്സസ് ബ്രോൺ ബ്രേക്കർ ഈ മാച്ചാണ് റസൽമേനിയയിൽ നടക്കാൻ ചാൻസ്. എന്തായാലും ഇവർക്ക് IC ചാമ്പ്യൻഷിപ്പിന്റെ പ്ലാൻ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ സെഗ്മെന്റ് കാണിച്ചിട്ടുള്ളത്. ഈ പ്ലാൻ വരുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ AJ സ്റ്റൈൽസിന് IC ചാമ്പ്യൻഷിപ്പ് മാച്ച് തീർച്ചയായും അർഹതപ്പെട്ട മാച്ചാണ്. അതും ബ്രോൺ ബ്രേക്കറിന്റെ ചാമ്പ്യൻഷിപ്പ് റണ്ണൊക്കെ AJ സ്റ്റൈൽസ് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഒരു രക്ഷയുണ്ടാവില്ല ആ റസൽമേനിയ മാച്ച്. അപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡ് വെച്ചുകൊണ്ടാണ് ഈ ന്യൂസ് എല്ലാം വന്നിട്ടുള്ളത്. ഇനി അവസാനമായി നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് കെവിൻ ഓവൻസ് സാമി സൈനെ വന്ന് പൈൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് സാമി സൈൻ അറ്റാക്ക് ചെയ്തത്. കെവിൻ ഓവൻസിന്റെ പ്ലാൻ എങ്ങനെയാണ് റസൽമേനിയയിൽ ഇനി പോവാൻ ചാൻസ്. അപ്പോൾ അതിനെപ്പറ്റി നോക്കുന്ന സമയത്ത് കെവിൻ ഓവൻസ് സാമി സൈൻ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ബ്ലഡ് ലൈനെ സഹായിച്ചത് ജെയ്സോടെ കൂടെ ടാഗ് ടീം ആയത്, അതുപോലെ തന്നെ മെയിൻ ആയിട്ടും റോയൽ റംബിൾ മാച്ചിൽ സാമി സൈൻ വന്നതും. അതായത് സാമി സൈൻ വന്നതിന് ശേഷം നമ്മൾ കണ്ടതാണ് കോഡി റോഡ്സ് ലാഡറിന്റെ മുകളിലേക്ക് അടിച്ച കെവിൻ ഓവൻസിനെ സാമി സൈൻ തന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന നിലയ്ക്ക് ചെക്ക് ചെയ്യുന്നതായിട്ടെല്ലാം. എന്നാൽ റോ എപ്പിസോഡിൽ വന്നുകൊണ്ട് കെവിൻ ഓവൻസ് സാമി സൈൻ അറ്റാക്ക് ആണ് ചെയ്തത്. അപ്പോൾ ഇതിനുള്ള കാരണം സാമി സൈൻ വന്ന സമയത്ത് കെവിൻ ഓവൻസ് വിചാരിച്ച് കാണാം കോഡി റോഡ്സിനെ ലാഡറിന്റെ മുകളിൽ നിന്ന് തട്ടിയിട്ട് തനിക്ക് ചാമ്പ്യൻഷിപ്പ് എടുക്കാനുള്ള ഒരു അവസരം അവൻ ഉണ്ടാക്കി തരും എന്നാണ്. അത് കെവിൻ ഓവൻസ് ഒരു സെഗ്മെന്റിലും പറഞ്ഞിരുന്നു. അതായത് എനിക്ക് ആവശ്യമുള്ള സമയത്ത് നീയും, നിനക്ക് ആവശ്യമുള്ള സമയത്ത് ഞാനും ഉണ്ടാകും എന്ന ടൈപ്പില്. അപ്പോൾ അത് പ്രതീക്ഷിച്ച് കെവിൻ ഓവൻസ് ഇരുന്നപ്പോൾ സാമി സൈൻ അങ്ങനെയൊന്നും ചെയ്തില്ല. അതും കൊണ്ട് സാമി സൈനോട് ഇത്രയ്ക്ക് ദേഷ്യം കെവിൻ ഓവൻസിന് വരാൻ പിന്നെ മെയിൻ ആയിട്ടുള്ള കാരണം ബ്ലഡ് ലൈൻ ടീമിനെ സഹായിച്ചതും. അപ്പോൾ ഇതുപോലെയുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് സാമി സൈനെ വന്ന് കെവിൻ ഓവൻസ് അറ്റാക്ക് ചെയ്ത് പൈൽ ഡ്രൈവ് മൂവെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാൻ WWE കയ്യിൽ ഉള്ളതുകൊണ്ടാണ് റാൻഡി ഓർട്ടന്റെ റോയൽ റംബിൾ പ്ലാൻ ക്യാൻസൽ ആയിട്ടുണ്ടാവുക. അതായത് ഈ ഒരു പ്ലാൻ വെച്ചുകൊണ്ട് റസൽമേനിയ 41 കെവിൻ ഓവൻസ് സാമി സൈൻ ഇവർക്ക് തമ്മിൽ മാച്ച് വെക്കാനാണ് പ്ലാന്. അപ്പോൾ അതിന്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് കെവിൻ ഓവൻസ് സാമി സൈൻ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുള്ളത്. ഇനി കുറച്ച് നാളത്തേക്ക് സാമി സൈൻ വരാൻ ചാൻസ് ഇല്ല, ഇഞ്ചുറി എല്ലാം സംഭവിച്ച് പോയതായിട്ട് WWE പറയും. അതിനുശേഷം റസൽമേനിയ ടൈമിൽ ഇവരുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്ത് ഇവർക്ക് ഇങ്ങനെ മാച്ച് സെറ്റ് ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. അതുകൊണ്ടായിരിക്കാം റാൻഡി ഓർട്ടന്റെ പ്ലാൻ ഒഴിവാക്കിയത്. അതായത് റാൻഡി ഓർട്ടൻ റോയൽ റംബിളിൽ റിട്ടേൺ ചെയ്ത് കെവിൻ ഓവൻസിനെ അറ്റാക്ക് ചെയ്താൽ പിന്നെ സാമി സൈനുമായിട്ടുള്ള പ്ലാൻ നടക്കില്ല. റാൻഡി ഓർട്ടന്റെ കൂടെ കെവിൻ ഓവൻസ് മാച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കെവിൻ ഓവൻസ് സാമി സൈനെയാണ് നേരിടാൻ പോകുന്നത്. വീണ്ടും നമ്മൾക്ക് ഇവരുടെ ഒരു കിടിലൻ മാച്ച് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ റാൻഡി ഓർട്ടൻ വരാത്തതിന്റെ കാരണം ഇതായിരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. റാൻഡി ഓർട്ടനെ പറ്റി മറ്റെന്തെങ്കിലും ന്യൂസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ വീഡിയോ ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.